അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്മദുല്ലാ വഉസല്ലി വഉസല്ലിമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ശഅബാനിന്റെ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലേക്കുള്ള ഏറ്റവും സുപ്രധാനമായ ദൂതനായിട്ടാണ് ശഅബാൻ മാസത്തെ മുസ്ലിം സമുദായത്തിന് സമർപ്പിക്കുന്നത് തന്നെ. ശഅബാനിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകളുടെ റിസൾട്ട് തീർച്ചയായും റമളാനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. റമളാനിന്റെ പ്രാരംഭത്തിൽ ആരാധനകളിൽ ഖുശൂഉം അതുപോലെ തന്നെ മനസാന്നിധ്യവും ലഭിക്കുന്നതിന് വേണ്ടി ശഅബാനിൽ നമ്മൾ കൃത്യമായി ആരാധനകൾ ചെയ്തുകൊണ്ട് റമളാനെ സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശഅബാൻ ശരിക്കും ഒരു പരിശീലന കളരിയാണ്. റമളാനിൽ കൃത്യമായി ആരാധനകൾ ചെയ്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി ശഅബാനിൽ കൃത്യമായി തയ്യാറാവുകയാണ്. ഏതൊരു കായിക താരത്തെയും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ മണിക്കൂറുകൾ നീളുന്ന കായിക മത്സരങ്ങൾക്ക് വേണ്ടി അവരെടുക്കുന്ന എഫേർട്ട്, അവരെടുക്കുന്ന അധ്വാനം അത് ചിലപ്പോൾ ഒരുപാട് ദിനങ്ങളുടേതാണ്, പല വർഷങ്ങളുടേതാണ്. അതുപോലെ തന്നെ റമളാനിലേക്ക് വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ തയ്യാറാകേണ്ടത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആദരണീയനായ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കടന്നു വരികയും നബിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇത് റമളാൻ മാസമല്ലാതിരിക്കെ താങ്കൾ ധാരാളമായി ശഅബാനിൽ നോമ്പ് നോക്കുന്നുണ്ടല്ലോ, അത്തരത്തിൽ താങ്കൾ എന്തുകൊണ്ടാണ് നോമ്പ് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടിയായി പറയുന്നത് ഇന്നഹു ശഹ്റുൻ യഗ്ഫലുൻ നാസു ഫീഹി. ഈ ശഅബാൻ മാസം എന്നത് ജനങ്ങൾ അശ്രദ്ധവാരാകുന്ന മാസം എന്നാണ്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തെ അശ്രദ്ധവാരാകുന്ന മാസമാണെന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ പലരുടെയും മാനസിക നില പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. റമളാൻ അടുത്ത മാസത്തിലാണ് കടന്നു വരുന്നത്, ഇനി എന്തായാലും റമളാനിൽ ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് പലരും സമയങ്ങൾ വെറുതെ കളയാറുണ്ട്. അതിന്റെ ഫലം അവർക്ക് റമളാന്റെ പ്രാരംഭത്തിൽ കാണാനും സാധിക്കുന്നതാണ്. റമളാന്റെ തുടക്കത്തിൽ പലരും നോമ്പ് നോക്കുമ്പോൾ പറയും, കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞിട്ടാണോ, എന്നാലാണ് ഇനിയിപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ നോമ്പിലേക്ക് ശരിക്കും ചേരാൻ പറ്റുമെന്നുള്ളതെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കൃത്യമായി റമളാന്റെ തുടക്കം മുതൽ തന്നെ മനസാന്നിധ്യത്തോടു കൂടി ആരാധന നിർവഹിക്കണമെങ്കിൽ ശഅബാനിൽ നമ്മൾ കൃത്യമായി പരിശീലിക്കേണ്ടതുണ്ട്. ശഅബാന്റെ പ്രത്യേകത തന്നെ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം എന്നതാണ്. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചതിൽ മറുപടി പറയുമ്പോൾ നബി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നഹു ശഹ്റുൻ തുർഫഉൽ അഅമാലു ഫീഹി. ഇത് ഈ മാസത്തിലാണ് അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. വഅന ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിൻ്റെ വാർഷികമാണ് ശഅബാൻ. ഓരോ ദിവസവും നമ്മുടെ അമലുകൾ, നമ്മൾ ചെയ്യുന്ന ആരാധനകൾ, ഖുർആൻ പാരായണമാകട്ടെ, നിസ്കാരമാകട്ടെ, നോമ്പ് എല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാത്രി ചെയ്യുന്ന അമലുകൾ പ്രഭാതമാകുന്നതിന് മുമ്പും പ്രഭാതത്തിലെ കർമ്മങ്ങൾ രാത്രിയാകുന്നതിന് മുമ്പും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അപ്രകാരം തന്നെ ആഴ്ചകളിൽ തിങ്കൾ വേടം ദിനങ്ങളിലും അമലുകൾ ഇപ്രകാരം ഉയർത്തപ്പെടുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായ ശഅബാനിൽ റമളാനിന് വേണ്ടി കൃത്യമായി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്നത് ശഅബാൻ മാസം അവനിലേക്ക് ആഗതമാവുകയും എന്നാൽ അവന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ കടന്നു പോകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് ശഅബാനിനെ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. നാഥൻ ഇത്തരത്തിലുള്ള ഒരു വിപത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ശഅബാനിലും കൃത്യമായി അമലുകൾ നിർവഹിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ അനന്തരഫലം, അതിന്റെ റിസൾട്ട് റമളാനിലും നേടിയെടുക്കുവാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.